Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിനി പാച്ചപ്പ് ആവാൻ സാധ്യതയില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും ഇനി എങ്ങാനും ഒരുമിച്ചാലോ അല്ലെങ്കിൽ വീണ്ടും പാച്ചപ്പ് ആയാലോ എന്നൊക്കെ കരുതി പലപ്പോഴും ചില ആളുകൾ ഇപ്പോഴും ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതായത് അവിടെ തന്നെ സ്റ്റക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ. നേരെ മറിച്ച് ഇവിടെ ആ ഒരു കാര്യത്തെ നമ്മൾ റിയലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ, അതായത് ആ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുന്നതിന് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് സയൻസ് ഉണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിനൊരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണെന്ന് വിചാരിക്കാം. അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഒട്ടും ചിലപ്പോൾ ആ വ്യക്തിയോടുള്ള ഇഷ്ടം കാരണം ആ ഒരു കാര്യത്തെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ അവർ പറഞ്ഞ എന്തെങ്കിലും വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്കുകളായിരിക്കാം, അത് മറക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. അവരോട് ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും, ഫോർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ ആ ഒരു കാര്യം മറന്നുകൊണ്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ മാനസികമായി കഴിയാത്ത ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. നിങ്ങൾ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ബ്രേക്കപ്പ് ആയത്. ഒരു പക്ഷേ ഫോർഗീവ് ചെയ്യാൻ സാധിച്ചിട്ടും ആ ഒരു കാര്യം ഫോർഗെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ വ്യക്തിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പോസിബിൾ ആകുമോ എന്നുള്ളത് സംശയമാണ്, അല്ലെങ്കിൽ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നാമത്തെ ഒരു സൈന് അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇത് തന്നെയാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആവാനുള്ള സാധ്യത കുറവാണ്. ഇനി രണ്ടാമത്തെ ഒരു കേസ്, പലപ്പോഴും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വ്യക്തികൾ, നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികളൊക്കെ ഇൻവോൾവ്ഡ് ആയി ആ ഒരു ബ്രേക്കപ്പ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. ബട്ട് അത് വർക്കായില്ല. മാത്രമല്ല ബ്രേക്കപ്പ് ആവുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അത് കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആയി പോകുന്ന ചില കേസുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പ് കേസിലേക്ക് കുറെ വ്യക്തികൾ ഇൻവോൾവ്ഡ് ആയി, ഒരു പക്ഷെ വേണ്ട ആളുകളുടെയും വേണ്ടാത്ത ആളുകളുടെയും ഒക്കെ പ്രസൻസ് വന്ന് ഒരു ചെറിയ കാര്യം വല്ലാണ്ടങ്ങ് മോശമായ ഒരു അവസ്ഥയിലേക്ക് പോവുക എന്ന് പറയില്ലേ. അതായത് ഓരോ ആളുകളുടെ കൂടുതൽ അഭിപ്രായങ്ങൾ വന്ന് അല്ലെങ്കിൽ കൂടുതൽ ആക്ഷൻസ് വന്ന് ആ ഒരു ചെറിയൊരു സന്ദർഭമോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമോ ആയിരിക്കും അത് വേഴ്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ കൂടുതൽ ആളുകളുടെ ഇടപെടലുകൾ കാരണം ഒരു റിലേഷൻഷിപ്പ് മോശമായിട്ടുള്ള ഒരു വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് പലപ്പോഴും വീണ്ടും ഒരു പാച്ചപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം അതിനുള്ള ഒരു പോസിബിലിറ്റി കുറയുന്നത്. നെക്സ്റ്റ്, വീണ്ടും പാച്ചപ്പ് ആവാൻ സാധ്യതയില്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈനാണ്, അവർ ഒരിക്കലും പിന്നീട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നേ ഇല്ല. ഒരു പക്ഷെ അവർ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരമൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടോ അതിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ലെന്ന് വിചാരിക്കുക. തീർച്ചയായും അവർ മൂവ് ഓൺ ആയി, അല്ലെങ്കിൽ മൂവ് ഓൺ ആവാൻ അവർ ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെയാണ് എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് ഇങ്ങനെയുള്ള ഒരു സൈന് അവരിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കേസിലും അവർ മൂവ് ഓൺ ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലെ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ സ്വന്തം ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതായിരിക്കും കുറെ കൂടി ഉചിതം. ഇനി ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും താല്പര്യമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത ആളുകളിൽ നിന്നും കാണാൻ കഴിയുന്ന ഒരു സൈനാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ചാലഞ്ച് നേരിടേണ്ടി വന്നു എന്ന് വിചാരിക്കാം. സംതിങ് ഹാപ്പൻഡ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോബ്ലെസ് ആയി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചാലഞ്ച്, ലൈഫിൽ എന്തെങ്കിലും ഒരു ചാലഞ്ച് നേരിടേണ്ടി വന്നു. അതറിഞ്ഞിട്ടും
അവർ നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കാനോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാവുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വീണ്ടും ഒരു റീസ്റ്റാർട്ടിന് താല്പര്യമില്ല എന്നുള്ളത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാവാം. അപ്പോൾ ഇതാണ് മറ്റൊരു സൈന്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ചാലഞ്ച് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടും അത് അവരറിഞ്ഞിട്ടുകൂടി നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. ഫൈനലി, നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് ഡേറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോവുകയായിരിക്കാം. ഇങ്ങനെ പല കേസുകളുണ്ടായിരിക്കും. പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ. ആ റിലേഷൻഷിപ്പ് വീണ്ടും പാച്ചപ്പ് ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളത്. ഈ സൈൻസ് പലപ്പോഴും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കുറച്ച് വളരെയധികം ടൈം എടുക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയുള്ള സൈൻസ് നിങ്ങളുടെ ലൈഫിൽ ആഫ്റ്റർ ബ്രേക്കപ്പ് കാണുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേയ്സിൽ തന്നെ സ്റ്റക്ക് ആവാതെ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സെൽഫ് കെയർ കുറെ കൂടി സീരിയസ് ആയി എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു റിലേഷൻഷിപ്പ് തീർച്ചയായും ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സംഭവിക്കുക, അല്ലെങ്കിൽ വീണ്ടും പാച്ചപ്പ് ആവുക, അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക, ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്നുള്ളത് കൊണ്ട് അതിൽ തന്നെ സ്റ്റക്ക് ആയിക്കൊണ്ട് ലൈഫ് ഒരിക്കലും സ്പോയിൽ ചെയ്യരുത്. തീർച്ചയായിട്ടും ഈ ഒരു സയൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനും തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനും മൂവ് ഓൺ ചെയ്യാനും ലൈഫ് കുറെ കൂടി കളറാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്